ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നല്ല അടിപൊളി ഒരു കാടമുട്ട അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ കുഞ്ഞൻ മുട്ടയെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തേരം മുട്ടയാണോ വേണ്ടത് അത്രയും മുട്ട ഇട്ട് കൊടുക്കാം. ഞാനൊരു 6-7 മുട്ട ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് അങ്ങോട്ട് മുട്ട പൊട്ടി പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇത് തിളച്ച് ചാടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതവിടെ വേകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിയില്ലേ അതും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് മുട്ടയുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പം അതാ ഞാൻ ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് അത് ഫുള്ളും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതുണ്ടായിരുന്നു, അതും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അതിൽ നിന്നും ശകലം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് നമുക്ക് വരാവേ. അതിന് മിക്സിയുടെ ചെറിയ ജാറ് ഇച്ചിരി കംപ്ലൈൻ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ ഈ വലുതിൻ്റെ അകത്ത് അരയ്ക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരഞ്ഞു വന്നില്ല, പിന്നെ ഞാൻ കല്ലേ കൊണ്ടുപോയി അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതിന് ശേഷം അപ്പോൾ നമ്മൾ അത് അരച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. കാരണം ഇന്നൊറ്റ ദിവസത്തേനേ ഉള്ളൂ, ഞങ്ങളെല്ലാവരും ഇത് കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസമൊക്കെ ഇത് ഇരിക്കും. അത് നല്ലെണ്ണയിൽ മാത്രം തയ്യാറാക്കുക, എന്നാൽ മാത്രമേ അത് ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് അഴുക്കാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തേലും മുട്ടയാണോ എടുക്കുന്നത് അത്രയും മുട്ട ഈ എണ്ണ ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ആകും കേട്ടോ ഇത് ഭയങ്കര കട്ടിയായിട്ട് മാറുവേ. അതുകൊണ്ട് നമുക്കൊരു 3 മിനിറ്റോളം മതി. ഇത് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് മൊരിഞ്ഞ പോലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയും നേരം മതി, അതുകൊണ്ട് ഞാൻ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് കൂടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. അപ്പോൾ ആ എണ്ണ തന്നെ ഇരിക്കട്ടെ. ഇനി അതിലേക്ക് കൂടുതലൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, അത്ര എണ്ണ തന്നെ മതി കേട്ടോ. നമ്മൾ ശകലം മാത്രമേ അച്ചാറിടുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ബാലൻസ് ഉള്ളത് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കടുക് ഉലുവ ഇട്ട് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ പൊട്ടി വന്നോളൂ, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കടുക് ഉലുവ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഞാൻ കുറച്ചായിരുന്നു വെച്ചിരുന്നത്, ഇപ്പോൾ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന് ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന കിസ്മിസും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാനും ആരും മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 സ്പൂണോളം അച്ചാർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കട്ടയായിട്ടുള്ള കുറച്ച് പൊടി വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറു തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇത് ഒരുപാടങ്ങ് മൂത്ത് പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മറ്റൊന്നുമല്ല, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ നിമിഷ നേരം കൊണ്ടുള്ള കാടമുട്ട അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. 50 രൂപ എന്തോ ഉള്ളൂ നമ്മളെ ഒരു കവർ കാടമുട്ടയ്ക്ക്. അതിൻ്റെ അകത്തൊരു 10-25 കാണുമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേക ഒരു രുചിയാണ് ഈ കാടമുട്ടയുടെ ഈ അച്ചാറിന്. അപ്പോൾ അതാ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഞാൻ വിനാഗിരി ഒരു 1/2 ഗ്ലാസോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ് കണ്ടോ, ചെറിയ ഗ്ലാസ്സാണ്. നമ്മളൊരു 4 സ്പൂണെങ്കിലും കാണും, അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഞാൻ എന്നിട്ട് ഒരു ഇച്ചിരി തിക്കായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് ലൂസ് ആവാനായിട്ട് ഒരു 2 സ്പൂണോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് ഒന്ന് ടെസ്റ്റ് നോക്കാം, എന്തുവാ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാടമുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.